എല്ലാവർക്കും നമസ്കാരം. സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു അടുത്ത വീക്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ വരും. MSc കെമിസ്ട്രി ആണ്. MSc കെമിസ്ട്രി മാത്രമല്ല, ബയോ കെമിസ്ട്രി പറ്റും, ഫോറൻസിക് സയൻസ് പറ്റും, MSc കെമിസ്ട്രി ഇക്വലൻസി ആയിട്ടുള്ള എല്ലാം പറ്റും. 50% മാർക്ക് വേണം. SC/ST കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ പാസ് മാർക്ക് മാത്രം മതിയാവും. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് വരാം. ഈ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി കഴിഞ്ഞപ്പോൾ, കെമിസ്ട്രിയും ഡോക്യുമെന്റ്സും കഴിഞ്ഞപ്പം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചതാണ്, സാർ ഇനി PG ലെവൽ കെമിസ്ട്രി പരീക്ഷ വരുമോ? അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി വരാൻ സാധ്യതയുണ്ട്. അത് വന്നാൽ നിങ്ങൾ പേടിക്കേണ്ട. കാര്യം ഇതേ കോഴ്സ് തന്നെ നല്ല മികച്ച നല്ല ക്ലാസ്സുകൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം, സയന്റിഫിക് ഓഫീസർ ഫോറൻസിക്, അത് കെമിസ്ട്രി ആകട്ടെ, ബയോളജി ആകട്ടെ, ഡോക്യുമെന്റ്സ് ആകട്ടെ, ആ ലിസ്റ്റിലെ മെജോറിറ്റി ആൾക്കാർ പഠിച്ചത് മാസ്റ്റർ കി അക്കാഡമിയിലാണ്. മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ട മെജോറിറ്റി ആൾക്കാർ പഠിച്ചത് മാസ്റ്റർ കി അക്കാഡമിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുക, എന്നാണ് നമ്മൾ കോഴ്സ് ആരംഭിക്കുന്നത്? കോഴ്സ് ആരംഭിച്ച് ജൂലൈ 2 ബുധനാഴ്ച, നല്ല ദിവസം നോക്കി ആരംഭിക്കുകയാണ്. അപ്പൊ ഫീസ് 6000 രൂപയാണ്. വൺ ടൈം പേയ്മെന്റ് ആയിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. അവിടെ ഒരു പ്രശ്നം വരും, സാർ ഞങ്ങൾ ജൂനിയർ കെമിസ്റ്റ് ഓൾറെഡി ജോയിൻ ചെയ്തു, സയന്റിഫിക് അസിസ്റ്റന്റ് പത്തോളജിക്ക് ഓൾറെഡി ജോയിൻ ചെയ്തു, ഇനി ഞങ്ങൾക്ക് HSTക്ക് ജോയിൻ ചെയ്യണം, അപ്പോൾ ഞങ്ങൾ വീണ്ടും ഫീസ് അടയ്ക്കണോ? വേണ്ട, ഒരൊറ്റ ഫീസ് അടച്ചാൽ മതിയാകും. ഏതാണ്? 6000 രൂപയ്ക്ക് 4 കോഴ്സുകൾ, HST കെമിസ്ട്രി, സയന്റിഫിക് അസിസ്റ്റന്റ് പത്തോളജി, അതേ കണക്ക് ജൂനിയർ കെമിസ്ട്രി, പിന്നെ ഇതാണ് ഇപ്പോൾ വന്ന സയന്റിഫിക് ഓഫീസർ. ഈ 4 പരീക്ഷകൾക്കും കൂടെ ഒരൊറ്റ ഫീസ് 6000 രൂപ സെപ്പറേറ്റ് കോഴ്സായിട്ടായിരിക്കും നൽകുന്നത്. നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഓരോ വർഷം കഴിയും തോറും, ഓരോ പരീക്ഷ കഴിയും തോറും മാസ്റ്റർ കി അക്കാഡമി മാക്സിമം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 1ാം റാങ്ക് സ്ഥിരമായി കിട്ടുന്നത്. 9 പരീക്ഷകൾക്ക് 1ാം റാങ്ക് നേടിയ സ്ഥാപനം. ഞങ്ങൾ നടത്തുന്ന കോഴ്സുകളിൽ 80% കുട്ടികൾ പഠിക്കുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിലായിരിക്കും. ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന പല കോഴ്സുകളിലും വിജയിക്കുന്നവർ, ലിസ്റ്റ് നേടുന്നവരിൽ എല്ലാവരും തന്നെ മെജോറിറ്റി ആൾക്കാരും പഠിക്കുന്ന മാസ്റ്റർ കി അക്കാഡമിയിലാണ്. വിജയിക്കാൻ ആവശ്യമായ എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് നേരെ പഴയ നോട്ടിഫിക്കേഷൻ നോക്കാം. ചില കുട്ടികൾക്ക് ഡൗട്ട് വരും, ഏതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ഡൗട്ട് വരും. നമുക്ക് നേരെ എന്ത് ചെയ്യാം, പഴയ ക്വാളിഫിക്കേഷൻ നോക്കാം. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ആണ്. നെയിം ഓഫ് പോസ്റ്റ് സയന്റിഫിക് ഓഫീസർ ആണ്. പഴയ സ്കെയിൽ ഓഫ് പേ ആണ്. അന്നത്തെ വേക്കൻസി ആന്റിസിപ്പേറ്റ് വേക്കൻസി ആണ്. പ്രതീക്ഷിത ഒഴിവുകൾ, ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെ. ക്വാളിഫിക്കേഷൻ വായിക്കാം. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഇക്വലന്റ് ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി or in forensic science or biochemistry approved by any universities in Kerala, obtained after a regular course of study with 50% of mark. അതായത് MSc കെമിസ്ട്രി ആകാം, കെമിസ്ട്രിക്ക് ഇക്വലന്റ് ആയ ഏത് സബ്ജക്റ്റും ആകാം, ബയോകെമിസ്ട്രി ആകാം, ഫോറൻസിക് ആകാം. അവിടെ പറയുന്നുണ്ട്, ഫോർ ദ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ദ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഷാൽ ബി ലോവസ്റ്റ് ക്ലാസ് ഓഫ് മാസ്റ്റേഴ്സ് ഡിഗ്രി. ഓക്കെ, അപ്പം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 50% പറഞ്ഞിട്ടുണ്ടെങ്കിലും SC/ST-കാർക്ക് ഇത് പാസ് മാർക്ക് മാത്രം മതിയാകും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും വിജയാശംസ പറയുകയാണ്. ജൂലൈ 2 നമ്മുടെ കോഴ്സ് ആരംഭിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ കോഴ്സ് ജോയിൻ ചെയ്യുക. നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, നമ്മുടെ മാസ്റ്റർ കി അക്കാഡമിയിൽ പഠിച്ച് ഒരുപാട് പേർക്ക് ജോലി കിട്ടി. ഞാൻ എപ്പോഴും പറയുന്നൊരു ഭാഗ്യമുള്ള സ്ഥാപനമാണ്. ഇവിടെ പഠിച്ച് ജോലി കിട്ടും. നിങ്ങളും ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. താങ്ക് യു.